നമസ്കാരം. മോദിയുടെ ഊഴം കഴിഞ്ഞു, ഇനി അമിത്ഷായുടെ ഊഴമാണ്. ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും വ്യാപകമായ തിരച്ചിലാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് നടത്തുന്നത്. ഇവിടുത്തെ പാകിസ്ഥാൻ പൗരന്മാർ, അതായത് പാകിസ്ഥാനിൽ നിന്ന് വന്ന് ഇവിടെ താമസിക്കുന്ന, അനധികൃതമായി താമസിക്കുന്ന ആളുകളെയൊക്കെ തന്നെ പിടിച്ച് നാടുകടത്തുന്നതും ഇവിടുത്തെ തീവ്രവാദ ഗ്രൂപ്പുകളെ അടിച്ചമർത്തുന്നതും ഒക്കെ തന്നെ ശക്തമായി തുടരുകയാണ്. ഇതിനിടയിൽ ബംഗാളിൽ നടക്കുന്ന ജനവിരുദ്ധ, രാജ്യവിരുദ്ധ നടപടിയെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് മമതാ ബാനർജി എന്ന ബംഗാൾ മുഖ്യമന്ത്രി നടത്തുന്ന അതിഹീനമായ പ്രവൃത്തികളെ ശക്തമായി തന്നെ വിമർശിച്ചുകൊണ്ടാണ് അമിത്ഷാ രംഗത്ത് വന്നിരിക്കുന്നത് എന്നത് ശ്രദ്ധേയം. തീർച്ചയായിട്ടും ബംഗാളിൽ അടക്കം വ്യക്തമായ ഇടപെടൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് നടത്തും എന്ന സൂചനയാണ് അമിത്ഷാ ഈ ഒരവസരത്തിൽ നൽകുന്നത്. അദ്ദേഹം അത് ചെയ്യുക തന്നെ ചെയ്യും. ഇപ്പോൾ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് നിലനിർത്താനും മുസ്ലിം പ്രീണനത്തിനുമാണ് മമതാ ബാനർജി ഓപ്പറേഷൻ സിന്ദൂറിനെയും വഖഫ് ഭേദഗതി നിയമത്തെയും എതിർക്കുന്നത് എന്നാണ് അമിത്ഷാ പറയുന്നത്. പശ്ചിമ ബംഗാളിൽ പാർട്ടി പ്രവർത്തകരെയും അണികളെയും അഭിസംബോധന ചെയ്താണ് അമിത്ഷാ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ ആഞ്ഞടിച്ചത്. സംസ്ഥാനത്തെ അമ്മമാരും സഹോദരിമാരും ഓപ്പറേഷൻ സിന്ദൂറിനെ വിമർശിച്ച മമതാ ബാനർജിക്ക് തക്കതായ മറുപടി കൊടുക്കുമെന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടി. ബംഗാൾ മുർഷിദാബാദ് ഹിന്ദു വിരുദ്ധ കലാപം സ്റ്റേറ്റ് സ്പോൺസേഡ് കലാപമാണെന്നും മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് അമിത്ഷാ പറഞ്ഞു. കൊൽക്കത്ത ഹൈക്കോടതി നിയമിച്ച അന്വേഷണ പാനൽ തൃണമൂൽ കോൺഗ്രസ് നേതാവിന്റെ നേതൃത്വത്തിലാണ് കലാപം നടത്തിയത് എന്ന് കണ്ടെത്തിയിരുന്നു. തത്വമയും ആ വാർത്ത നൽകിയിരുന്നു. പോലീസ് മൗനം പാലിച്ചു എന്ന് വ്യക്തമായ റിപ്പോർട്ടുണ്ട്. കൊൽക്കത്തയിൽ പാർട്ടി നേതാക്കളോടും പ്രവർത്തകരോടും സംസാരിച്ച അമിത്ഷാ തൃണമൂൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നിലപാടിനെ ശക്തമായ ഭാഷയിലാണ് അപലപിച്ചത്. മുസ്ലിം വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാൻ മമതാ ബാനർജി ഓപ്പറേഷൻ സിന്ദൂറിനെ എതിർത്തു. അതുവഴി ഈ രാജ്യത്തെ അമ്മമാരെയും സഹോദരിമാരെയും അവർ അനാദരിച്ചു. പഹൽഗാമിൽ പാകിസ്ഥാൻ തീവ്രവാദികൾ മതം ചോദിച്ചാണ് പാവങ്ങളെ കൊന്നത്. അതിനുള്ള മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. വരാനിരിക്കുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ വിമർശിച്ചതിന് സംസ്ഥാനത്തെ സ്ത്രീകൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസിനെയും ഒരു പാഠം പഠിപ്പിക്കും എന്ന കാര്യവും അമിത്ഷാ ചൂണ്ടിക്കാട്ടി. മമതാ സർക്കാരിന് ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം തടയാനാകുന്നില്ല, അവർ അതിന് ശ്രമിക്കുന്നില്ല. അതുപോലെ അതിർത്തിയിൽ മതിൽ നിർമ്മിക്കാൻ ഞങ്ങൾ അവരോട് ഭൂമി ആവശ്യപ്പെട്ടിട്ടും അതിർത്തികളിൽ അവർ ഭൂമി വിട്ടു നൽകുന്നില്ല. അതിനാൽ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റം നിർബാധം തുടരുകയാണ്. അതായത് രാജ്യത്തെ തകർക്കാൻ, രാജ്യത്തെ നുഴഞ്ഞുകയറ്റക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ, അനധികൃതമായി ഇവിടെ താമസിക്കുന്നവർക്ക് അംഗീകാരം കൊടുത്തുകൊണ്ട്, അവർക്ക് വ്യാജരേഖകൾ കൊടുത്തുകൊണ്ട്, അവരെ അംഗീകരിച്ചുകൊണ്ട് രാജ്യത്ത് കലാപമുണ്ടാക്കാനും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കാനുമാണ് മമതാ ബാനർജി കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യവും അമിത്ഷാ ചൂണ്ടിക്കാട്ടി. മാത്രമല്ല, കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഈ വിഷയത്തിൽ ശക്തമായ ഇടപെടൽ നടത്തും. ഇവിടുത്തെ അനധികൃത നുഴഞ്ഞുകയറ്റക്കാരെ ഒക്കെ തന്നെ അതിശക്തമായി അമർച്ച ചെയ്യും. മുസ്ലിം പ്രീണനം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട്, മുസ്ലിം നാമധാരിയാണെങ്കിൽ, അയാൾ ഏത് ഭീകരനാണെങ്കിലും, ഏത് കൊലപാതകയാണെങ്കിലും, എത്ര വലിയ കുറ്റകൃത്യം ചെയ്താലും അവരെയൊക്കെ തന്നെ അംഗീകരിക്കുന്ന പ്രവണതയാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും കാലങ്ങളായി പിന്തുടരുന്നത് എന്ന കാര്യവും അമിത്ഷാ ചൂണ്ടിക്കാട്ടി. അമിത്ഷായുടെ ഊഴം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം വെറുതെ കയ്യും കെട്ടി നോക്കിയിരിക്കാറില്ല. അതിശക്തമായ നിലപാടുകളും നടപടികളുമായി അദ്ദേഹം മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ നമുക്കാർക്കും യാതൊരു സംശയവുമില്ല. ബംഗാൾ മുഖ്യമന്ത്രി അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ജനങ്ങൾ ഒരു വേള തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യുമായിരിക്കും, നിങ്ങൾ ജയിക്കുമായിരിക്കും, തോൽക്കുമായിരിക്കും. പക്ഷേ ഒരിക്കലും ഇന്ത്യൻ സമൂഹം നിങ്ങൾക്ക് മാപ്പ് തരില്ല. ഇവിടെ അതിശക്തമായി നടപടികൾ ഉണ്ടാകുമ്പോൾ, ഇവിടെ രാജ്യത്തിന് അനുകൂലമായ നടപടികൾ ഇവിടെ ഉണ്ടാകുമ്പോൾ അതിനെ പരിഹസിക്കുകയും രാജ്യത്തെ മാതാപിതാക്കളെയും അതുപോലെ തന്നെ യുവതികളെയും സ്ത്രീകളെയും ഒക്കെ അനാദരിച്ചുകൊണ്ട്, അവരെ പരിഹസിച്ചുകൊണ്ട്, അവർക്ക് അനുകൂലമായി സംസാരിക്കുന്നവരെ, രാജ്യത്തിന് അനുകൂലമായി സംസാരിക്കുന്നവരെ പിടിച്ച് ജയിലിലിട്ടുകൊണ്ടൊക്കെ മമതാ ബാനർജി നടത്തുന്ന ഈ ഒരു നാറിയ ഇടപാട് അത് അധികകാലം നീണ്ടു നിൽക്കില്ല എന്ന കാര്യവും അമിത്ഷാ വ്യക്തമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു. അത് ഇവിടെ നടപ്പിലാക്കുക തന്നെ ചെയ്യും. മമതാ ദീദി നോക്കിയിരുന്നോളൂ, നിങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടുക തന്നെ ചെയ്യും. അത് ജനങ്ങളിൽ നിന്നും, രാജ്യത്തെ ജനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് ലഭിക്കുക തന്നെ ചെയ്യും. രാജ്യവിരുദ്ധത എന്നത് ഒരു കാരണവശാലും ഇവിടെ വച്ചുപൊറപ്പിക്കില്ല, ഇവിടെ അംഗീകരിക്കില്ല, ഇവിടെ നടക്കില്ല. നിങ്ങൾ ഏത് കൊടികെട്ടിയ തൃണമൂലുകാരിയാണെങ്കിലും, ഏത് കൊടികെട്ടിയ മുഖ്യമന്ത്രിയാണെങ്കിലും എന്ന കാര്യവും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. വെറുതെ ചൂണ്ടിക്കാട്ടിയതല്ല, പറഞ്ഞത് നടപ്പിലാക്കിയ ചരിത്രമേ അദ്ദേഹത്തിനുള്ളൂ, അദ്ദേഹത്തിന്റെ സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമുള്ളൂ. അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. മമതാ ദീദി നോക്കിയിരുന്ന് എല്ലാം കണ്ടുകൊള്ളൂ.